Question number 4. This is a question from the chapter Sequences and Series. Yes, in the question നോക്കാം. Let Sn denote the sum of first n terms of an arithmetic progression. If S20 is equal to 790. അപ്പോൾ നോക്കി Sn എന്ന് പറയുന്നത് ഫസ്റ്റ് n ടേംസിൻ്റെ സം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു എ പിയുടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് S20 ആണ് അല്ലേ. S20 is equal to 790. നിങ്ങൾക്കറിയാം the formula to find the sum of first n terms of an arithmetic progression Sn is equal to n by 2 into 2a plus n minus 1 into d അല്ലേ മക്കളെ അല്ലേ. അങ്ങനെയാണെങ്കിൽ you can write this S20 as 20 by 2 into 2a plus n minus 1. 20 minus 1 എന്ന് പറഞ്ഞാൽ 19 അല്ലേ. 19d which is equal to 790. ശരിയല്ലേ. And from there 2a plus 19d is equal to 79 എന്ന് എഴുതാമല്ലോ. യെസ്, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. എ എന്ന് പറയുന്നത് നമ്മുടെ എ പിയുടെ ഫസ്റ്റ് ടൈമും ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസുമാണല്ലോ. ദെൻ അഗെയിൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് S10 അല്ലേ. S10 is equal to 145. So S10 can be written as 10 by 2 into 2a plus n minus 1 അതായത് 9 into d which is equal to 145 അല്ലേ. യെസ്, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് ഇവിടെ 5 കിട്ടും. സോ വി ഹാവ് 2a plus 9d is equal to 145നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 29 എന്നല്ലേ കിട്ടുക. സോ യു ഹാവ് അനദർ ഇക്വേഷൻ ഇൻ എ ആൻഡ് ഡി. ഓക്കെ, ഇനി ശരിക്കും നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് S15 മൈനസ് S5. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. S15 മൈനസ് S5 ഇസ് ഈക്വൽ ടു S15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15 by 2 ഇൻറ്റു 2a പ്ലസ് 14d അല്ലേ. ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന അതേ റിസൾട്ട്. അതേപോലെ S5 ആണെങ്കിൽ 5 by 2 ഇൻറ്റു 2a പ്ലസ് 4d എന്നല്ലേ കിട്ടുക വിച്ച് ഈസ് ഈക്വൽ ടു. സോ ഒരു 5 by 2 എനിക്ക് കോമൺ ആയിട്ട് മാറ്റാൻ പറ്റും. 5 by 2 കോമൺ ആയിട്ട് മാറ്റിയാൽ 15 by 2ൽ പിന്നെ ഒരു 3 ബാലൻസ് ഉണ്ടല്ലേ. ആ 3 നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 6a പ്ലസ് 42d എന്ന് കിട്ടും. ദെൻ അടുത്ത ബ്രാക്കറ്റിൽ മൈനസ് 2a മൈനസ് 4d എന്നല്ലേ വരിക മക്കളെ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 5 by 2 ഇൻറ്റു 6a മൈനസ് 2a അത് 4a അല്ലേ. ദെൻ 42d മൈനസ് 4d എന്നുള്ളത് 38d ആകും. സോ 38d. ദെൻ ആ 5 by 2ലെ ആ ബൈ 2 ഉണ്ടല്ലോ, ആ ബൈ 2 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്താ കിട്ടുക? 5 ഇൻറ്റു 2a പ്ലസ് അല്ലേ, ഇത് 38d അല്ലേ, ഇത് 38d ആണ് അല്ലേ, 38d. യെസ്, അപ്പോൾ 2 കൊണ്ട് അകത്തേക്ക് 1 by 2 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1 by 2 ഇൻറ്റു 4 അത് 2a ആകും. 1 by 2 ഇൻറ്റു 38d എന്നുള്ളത് എത്രയാണ്? 19d ആയിട്ട് മാറും. ശരിയാണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു, പക്ഷെ നോക്കടാ ദാ ഇഫ് 2a പ്ലസ് 19d ദാ ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ലേ 79 അല്ലേ. അപ്പോൾ കൂടുതൽ കാൽക്കുലേഷൻസ് ഒന്നും കൊടുക്കാതെ തന്നെ ഇത് നമുക്ക് നേരിട്ട് 79 എന്ന് എഴുതാം. സോ 5 ഇൻറ്റു 79 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അത് 395 ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 395. അത് ഓപ്ഷൻ 1 ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത് കാണുന്നത്.